പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അരിത്തമെറ്റിക് സീക്വൻസ് പാർട്ട് 7 ലാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനൽ എത്തി നിൽക്കുന്നത് സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ. സം ഓഫ് നാച്ചുറൽ നമ്പർ പഠിച്ചു, സം ഓഫ് ഈവൻ നമ്പർ പഠിച്ചു, സം ഓഫ് ഓഡ് നമ്പർ പഠിച്ചു, സം ഓഫ് കോൺസിക്യൂട്ടീവ്, അങ്ങനെ എല്ലാ നമ്പേഴ്സിനെയും കുറിച്ച് പഠിച്ചു. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മ് പഠിച്ചു. ഹാഫ് എൻ ഇൻറ്റു x1 പ്ലസ് xn, ഹാഫ് എൻ ഇൻറ്റു x1 പ്ലസ് xn. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ്. xn എന്താണ്? ലാസ്റ്റ് ടേം അഥവാ nth ടേം. അവിടെ nth ടേം കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വരും ചില കേസിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയാണ് സമ്മ പഠിച്ചത്. കുറച്ച് സമ്മിൻ്റെ എക്സാമ്പിളും കൂടി ചെയ്തിട്ട് നമുക്കൊരു ചെറിയൊരു ടോപ്പിക്കോട് കൂടി ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. ക്വസ്റ്റ്യൻ എക്സാമ്പിൾ എഴുതി വെക്കുക. ഫൈൻഡ് ദി സം ഓഫ് ദി ഫോളോയിങ് അരിത്തമെറ്റിക് സീക്വൻസസ്. ഫൈൻഡ് ദി സം ഓഫ് ദി ഫോളോയിങ് അരിത്തമെറ്റിക് സീക്വൻസസ്. 51, 52, 53 എക്സെട്രാ പ്ലസ് 70 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ 1.5, 2.5, 3.5 എക്സെട്രാ 12.5. അടുത്തത് ഹാഫ് പ്ലസ് 1 പ്ലസ് 1.5 പ്ലസ് എക്സെട്രാ പ്ലസ് 12.5. ഒരു 3 ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവണം നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ടോ, ലാസ്റ്റ് ടേം തന്നിട്ടുണ്ടോ, xn കാണണോ എന്നൊക്കെയാണെന്നുള്ളത് മെൻ്റലി നമ്മളെ മൈൻഡിലേക്ക് ഓടിയെത്തണം കേട്ടോ. ഇവിടെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ലാസ്റ്റ് ടേം, എല്ലാത്തിനും ഉണ്ട്. ലാസ്റ്റ് ടേം ഉണ്ട്, ഫസ്റ്റ് ടേം ഉണ്ട്, ലാസ്റ്റ് ടേം ഉണ്ട്. എന്തില്ല? n തന്നിട്ടില്ല. ഫൈൻഡ് എത്ര ടേമിൻ്റെ സമ്മാന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ എങ്ങനെ പറയും? ഫൈൻഡ് ദി സം ഓഫ് 50 ടേംസ്. അപ്പോൾ നമ്മൾ 50th ടേം കണ്ടുപിടിക്കും. ഫൈൻഡ് ദി സം ഓഫ് 100th ടേം, 100th ടേം കണ്ടുപിടിച്ചിട്ട് സമ്മ് കാണും. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്, 25th ടേം കണ്ടുപിടിച്ചിട്ട് സമ്മ് കാണും. കണ്ടുപിടിക്കുക, സമ്മ് കാണുക, കണ്ടുപിടിക്കുക, സമ്മ് കാണുക. ഇതാണ് നമ്മുടെ പരിപാടി. ഇവിടെ നമ്പർ ഓഫ് ടേംസ് തന്നിട്ടില്ല, n അൺനോൺ ആണ്. അപ്പോൾ n നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ നമ്പർ ഓഫ് ടേംസ് കാണാൻ പഠിച്ചതെന്ന് പറഞ്ഞോളി. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ CD പ്ലസ് 1. പറഞ്ഞാട്ടെ. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ CD പ്ലസ് 1. അപ്പോൾ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ CD പ്ലസ് 1 നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ 51, 52, 53 എക്സെട്രാ 70ൽ n കണ്ടുപിടിക്കണമെങ്കിൽ 70 മൈനസ് ലാസ്റ്റ് ടേം മൈനസ് 51 ഡിവൈഡഡ് ബൈ, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് മക്കളെ? 1 പ്ലസ് 1. ചില വിദഗ്ധന്മാർ എന്ത് ചെയ്യുന്ന അറിയാം, നല്ല കഴിവുള്ളവർ 1 അങ്ങ് വെട്ടിക്കാളും. അങ്ങനെ വെട്ടാൻ പറ്റുമോ? ലാസ്റ്റ് ഇവിടെ ചെയ്തതിന് ശേഷം ഫൈനൽ പ്ലസ് 1 ആണ്, ഏറ്റവും ലാസ്റ്റാണ് 1 ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 70 51 പോയാൽ എത്രയാണ് മക്കളെ? 19 പ്ലസ് 1. ടോട്ടൽ ടേംസ് എത്ര ഉണ്ട് ഇതിൽ? 20 ടേംസ് ഉണ്ട്. എത്ര ടേംസ് ഉണ്ട്? 20 ടേംസ് ഉണ്ട്. ഗിവൺ അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടെയ്ൻസ് 20 ടേംസ്. ഇതിൽ 20 ടേംസ് ആണ് ഉള്ളത്. ഇനി സമ്മിൻ്റെ ഫോർമുല n/2 ഇൻറ്റു x1 പ്ലസ് xn. n നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 20/2. n/2 20/2, n/2 20/2, n/2 20/2, n/2 20/2. x1 ആരാ? 51 ഫസ്റ്റ് ടേം. xn ആരാ? ലാസ്റ്റ് ടേം. കണ്ണുരുട്ടി അങ്ങോട്ട് നോക്കി 70. 22 കട്ട് ചെയ്താൽ എത്രയാടോ? കട്ട് 2 കട്ട് 20 കട്ട് 2 കട്ട് 20 കട്ട് 2 കട്ട് 20 10. 51 പ്ലസ് 70 എത്രയാ? 121. 1210 1210 1210 കിട്ടിയല്ലോ.
അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? ചില കേസിൽ nth ടേം കണ്ടുപിടിക്കേണ്ടി വരും, ചില കേസിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയാണ് സമ്മ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ടേംസ് കാണാൻ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ CD + 1. എക്സന്നെ കണ്ടുപിടിക്കാൻ നമ്മൾ പൊസിഷൻ ചാർട്ടിലൂടെ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ആവശ്യം വരും. ആ സമയത്ത് അത് ചെയ്യുക, ഈ സമയത്ത് ഇത് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അവിടെയും നമ്പർ ഓഫ് ടേംസ് കാണണം. ഫസ്റ്റ് ടേം 1.5 ആണ്, ലാസ്റ്റ് ടേം 12.5 ആണ്. ലാസ്റ്റ് ടേം 12.5 മൈനസ് ഫസ്റ്റ് ടേം 1.5 ബൈ എത്രയാണ് മക്കളെ അതിൻ്റെ കോമൺ ഡിഫറൻസ്? 1.5, 2.5, 3.5 കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് പോകുന്നത്? 1 ആണ്. പ്ലസ് 1 12.5 എന്ന് 1.5 പോയാൽ എത്രയാടോ? കോമൺ സെൻസിൽ അറിയൂലേ? 12.5 മൈനസ് 1.5. തല തലല്ലാണ്ടേ പോണ്ട. എന്താ 12.5 എന്ന് 1.5 പോയാൽ ചിലവർ പറയും സാർ അത് എന്ന് പറഞ്ഞിങ്ങനെ തിരിഞ്ഞേൽക്കുകയാണ് ചെയ്യുക. കോമൺലി നമുക്ക് ചിന്തിച്ചാൽ അറിയാം എത്രയാ? 11 + 1 ബൈ 1 ആദ്യം ഇടേണ്ട ആവശ്യമില്ല. 11 ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 11 ആണ്. 11 + 1 എത്ര ടേം ഉണ്ട്? 12 ടേംസ് ഉണ്ട്. എത്ര ടേംസ് ഉണ്ട്? 12 ടേംസ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സമ്മ് കണ്ടുപിടിക്കാം. n/2 ഇൻറ്റു x1 + xn. n എത്രയാ? 12/2 ഇൻറ്റു 1.5 പ്ലസ് 12.5. ഫസ്റ്റ് ടേം 1.5, ലാസ്റ്റ് ടേം 12.5 പ്ലസ് ചെയ്യുക. 12/2 കട്ട് ചെയ്തൂടെ? കട്ട് 2 കട്ട് 12 കട്ട് 2 കട്ട് 12 6 ഇൻറ്റു 1.5 12.5 ആഡ് ചെയ്താൽ എത്രയാടോ? PDF പോയി സാധനം വാങ്ങി പൈസ എടുത്ത് ആഡ് ചെയ്യില്ലേ നിങ്ങൾ? 12.5 1.5 ആഡ് ചെയ്താൽ എത്രയാടോ? 14 ഇൻറ്റു 6 എത്രയാ? 84. അപ്പോൾ സം ഓഫ് ദ ഗിവൺ അരിത്തമെറ്റിക് സീക്വൻസ് 1.5 2.5 എക്സെട്ര 12.5 എത്ര? 84. നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു 12. അവിടെ നമ്പർ ഓഫ് ടേംസ് കണ്ടിട്ടാണ് നമ്മൾ സമ്മ് കണ്ടുപിടിച്ചത്. ചില കേസിൽ nth ടേം കണ്ടുപിടിച്ചിട്ടാണ് സമ്മ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഒന്ന് തലേൻ്റെ അകത്തേക്ക് കൊടുക്കുക, എന്നിട്ടൊന്ന് മെൻ്റലാക്കുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. അടുത്തത് നമ്പർ ഓഫ് ടേംസ് കാണണം. ലാസ്റ്റ് ടേം 12.5 മൈനസ് ഫസ്റ്റ് ടേം ഹാഫ് ഡിവൈഡഡ് ബൈ ഹാഫ് 1.5ൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് മക്കളെ? ഹാഫ് 1.5ൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് മക്കളെ? ഹാഫ്. അപ്പോൾ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. പ്ലസ് 1 ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ CD + 1. പറഞ്ഞേ, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ CD + 1. 12.5 എന്ന് ഹാഫ് പോയാൽ 12 ബൈ ഹാഫ് പ്ലസ് 1. 12/2 ചിലവർക്ക് എന്ത് എഴുതിയേക്കും അറിയാം? ചില വിദഗ്ധന്മാർ 6 എന്ന് എഴുതിയേക്കും. 12/2 എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശിക്കുന്നത് 12/2 12ൻ്റെ ഹാഫ് അങ്ങനെയല്ല. 12ൻ്റെ ഹാഫ് അല്ല കേട്ടോ. എന്താണ്? 12 ഡിവൈഡഡ് ബൈ ഹാഫ്. അപ്പോൾ എന്തായി മാറും? 12 ഇൻറ്റു 2/1 റെസിപ്രോക്കലായിട്ട് എടുക്കണം. 12 ഇൻറ്റു 2/1. 12 2s are 24 പ്ലസ് 1 എത്രയാ? 25 ടേംസ് ആണ്. അല്ലാണ്ട് 12/2 എന്ന് പറഞ്ഞാൽ 12ൻ്റെ ഹാഫ് നല്ല മീനിങ്. 12 ഡിവൈഡഡ് ബൈ ഹാഫ് ദെൻ 12 ഇൻറ്റു 2/1 ടേക്കിംഗ് റെസിപ്രോക്കൽ ആൻഡ് മൾട്ടിപ്ലൈ. അപ്പോൾ 25 ടേംസ് കിട്ടിയല്ലോ, സന്തോഷമായി. 25 ടേംസ് കിട്ടി. ഇനി n/2 ഇൻറ്റു x1 + xn 25/2 ഇൻറ്റു ഫസ്റ്റ് ടൈം ഹാഫ് പ്ലസ് 12.5. 25/2 ഇൻറ്റു 12.5നോട് ഹാഫ് ആഡ് ചെയ്താൽ എത്രയാ മക്കളെ? 13. എത്രയാണ്? 13. 25 ഇൻറ്റു 13 എത്രയാ? 325/2. ഒന്നുകിൽ ഫ്രാക്ഷൻ വെക്കാം, അല്ലെങ്കിൽ 162.5 എന്നും വെക്കാം. അത് നിങ്ങളുടെ സൗകര്യമാണ്, എൻ്റെ സൗകര്യം അല്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ സൗകര്യം അല്ല. നിങ്ങളെ സൗകര്യമാണ് മാത്സിൽ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിച്ചു, സമ്മ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു അല്ലേ?
ഇനി നമുക്കൊരു പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ്, ഒരു സൈഡ് ഹെഡിങ് പോലെ എഴുതി വെച്ചേക്കാം. സം ഓഫ് n ടേംസ്, സം ഓഫ് n ടേംസ് or algebraic form of sum of the arithmetic sequence. Algebraic form of sum of the arithmetic sequence. Sum of n terms or algebraic form of sum of the arithmetic sequence. അങ്ങനെ ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിന് വേണ്ടി മാത്രം നമ്മളൊരു സൈഡ് ഹെഡിങ് എഴുതിയാണ്. സം ഓഫ് n terms or algebraic form of sum of arithmetic sequence. Algebraic form of the sequence നമ്മൾ പഠിച്ചത് dn plus f minus d, dn plus f minus d. ഇത് സമ്മിൻ്റെ ആൾജിബ്രിക് ഫോമാണ് എഴുതേണ്ടത്. സമ്മിൻ്റെ ആൾജിബ്രിക് ഫോം എഴുതണമെങ്കിൽ അതിന് നമ്മളൊരു ജനറൽ ഫോമാണ് പഠിക്കുന്നത്. സം ഓഫ് n ടേംസ് എന്നാണ് അതിന് പറയുക. എസ് എൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. എസ് എൻ എന്താണ്? എസ് എൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് n ടേംസ്. എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് n ടേംസ്. എസ് എൻ ഈക്വൽ ടു പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾജിബ്രിക് ഫോം ഓഫ് സം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ഓർ സം ഓഫ് n ടേംസ് ഈക്വൽ ടു പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ എന്ന് പറഞ്ഞാട്ടെ. പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ. നമ്മുടെ ഒരു ആൾജിബ്രിക് ഫോമിൻ്റെ ഒരു ജനറൽ ഫോം പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? എ എൻ പ്ലസ് ബി. ഓർമ്മ ഉണ്ടോ? എ എൻ പ്ലസ് ബി ആണ് ആൾജിബ്രിക് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇവിടെ സം ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്, സമ്മിൻ്റെ ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് അതിൻ്റെ ജനറൽ കോൺസെപ്റ്റാണ് പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ. ഇനി പി എന്താണെന്ന് അറിയണം അല്ലേ? പി ഈക്വൽ ടു ഹാഫ് ഡി, കോമൺ ഡിഫറൻസിൻ്റെ പകുതിയാണ് പി എന്ന് പറയുന്നത്. പി എന്താണ്? കോമൺ ഡിഫറൻസിൻ്റെ ഹാഫ്. ക്യൂ ഈക്വൽ ടു ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് ഡി. ഫസ്റ്റ് ടേമിൽ നിന്ന് ഹാഫ് ഡി, കോമൺ ഡിഫറൻസിൻ്റെ ഹാഫ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എഴുതി വെച്ചേക്കണം പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ. പി ഈക്വൽ ടു എഴുതി വെക്കുക. പി ഈക്വൽ ടു ഹാഫ് ഡി, കോമൺ ഡിഫറൻസിൻ്റെ പകുതി. ദെൻ ക്യൂ ഈക്വൽ ടു ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് ഡി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു സാധനമാണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് പറയും റൈറ്റ് ദി സം ഓഫ് n ടേംസ്, അല്ലെങ്കിൽ റൈറ്റ് ദി ആൾജിബ്രിക് ഫോം ഓഫ് സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ സമ്മിൻ്റെ ആൾജിബ്രിക് ഫോം അഥവാ സം ഓഫ് n ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്? പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ. പറഞ്ഞാട്ടെ, പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ. ഉറക്കെ, പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ. പി ഈക്വൽ ടു ഹാഫ് ഡി, ക്യൂ ഈക്വൽ ടു ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് ഡി. പി ഈക്വൽ ടു ഹാഫ് ഡി, ക്യൂ ഈക്വൽ ടു ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് ഡി. പി ഈക്വൽ ടു ഹാഫ് ഡി, ക്യൂ ഈക്വൽ ടു ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് ഡി. തലേൻ്റെ അകത്തേക്ക് കയറ്റി വെക്കുക. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഫൈൻഡ് ദി സം ഓഫ് n ടേംസ് ഓഫ് എൻ എ എസ്. ഫൈൻഡ് ദി സം ഓഫ് n ടേംസ് ഓഫ് എൻ എ എസ് 3, 7, 11 എക്സെട്ര. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദി സം ഓഫ് n ടേംസ് ഓഫ് എൻ എ എസ് 3, 7, 11 എക്സെട്ര. അപ്പോൾ നമ്മൾ n ടേമിൻ്റെ സമ്മ് കാണാൻ നമ്മൾ എന്താ ജനറൽ ഫോം എഴുതാം? പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ. എങ്ങനെയാണ് പി കണ്ടുപിടിക്കുക? ഹാഫ് ഡി. ഈ സീക്വൻസിൽ ഡി എത്രയാണ് മക്കളെ? 4 അല്ലേ? 3, 4, 7, 7 + 4, 11 എക്സെട്ര 4. ഹാഫ് ഇൻറ്റു 4 എത്രയാണ് മക്കളെ? 2. അപ്പോൾ നമ്മൾ പി കാണുന്നിടത്തിൽ 2 കൊടുക്കുക. 2n സ്ക്വയർ. n അങ്ങനെ തന്നെ ആൾജിബ്രിക് ഫോമിൽ വേരിയബിൾ n ആയിരിക്കും, നമുക്കറിയാം. 2n സ്ക്വയർ. ഇനി എങ്ങനെയാണ് ക്യൂ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് ഡി. ഫസ്റ്റ് ടേം ആരാ? 3. ഹാഫ് ഡിയുടെ പകുതി എത്രയാ? 2. 3 - 2 എത്രയാ? 1. 2n സ്ക്വയർ പ്ലസ് 1n. 1n ആരും എഴുതൂല. 2n സ്ക്വയർ പ്ലസ് n. ആൾജിബ്രിക് ഫോം ഓഫ് സം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് എത്ര? 2n സ്ക്വയർ പ്ലസ് n. ദെൻ സം ഓഫ് n ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്?
2n² പ്ലസ് n. എപ്പോഴും ഓർക്കുക, സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോമിന് n² ഉണ്ടാവും. n², സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോം മാറിപ്പോരുത്. മറ്റേ ഓൾജിബ്രിക് ഫോം സീക്വൻസിൻ്റെ ഓൾജിബ്രിക് ഫോമാണ്, ഇത് സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോമാണ്. മറ്റ് ആനയാണ്, അണ്ണാംകൊട്ടനാണ്, മാറിപ്പോരുത്. ആനയും അണ്ണാംകൊട്ടനും തമ്മിൽ മാറിപ്പോരുത്. സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോം എഴുതാൻ പറയുമ്പോൾ dn + f - t എന്നാട്ട് എഴുതി വെച്ചാൽ വട്ടപൂജ്യം കിട്ടും. മനസ്സിലാക്കുന്നല്ലോ. ഇനി സാധാരണ ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രിക് ഫോം റൈറ്റ് ഓൾജിബ്രിക് ഫോം ഓഫ് ദി ഗിവൻ സീക്വൻസ് എന്ന് പറഞ്ഞാലോ pn² + qn എഴുതിയേക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് ഏതാണ് അരി ഏതാണ് പയർ എന്നൊക്കെ മനസ്സിലാക്കണം. അല്ലാണ്ട് അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയരുത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സം ഓഫ് n ടേംസ് ഈക്വൽ ടു pn² + qn. p ഈക്വൽ ടു ½ d, q ഈക്വൽ ടു ഫസ്റ്റ് ടേം മൈനസ് ½ d. ഡിയുടെ പകുതി എടുത്തു, 2n² + 1n, 2n² + n. കിട്ടിയല്ലോ? കിട്ടിയല്ലോ? കിട്ടണമല്ലോ? കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാനുള്ള ഒരു ജനറൽ കോൺസെപ്റ്റ്, ഒരു ഇക്വേഷൻ, ഒരു ഫോം നമ്മൾ പഠിച്ചു. ഇനി എഴുതി വെക്കുക, ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതി വെക്കുക. ഫൈൻഡ് ദി സം ഓഫ് nth term, sum of n terms, nth term അല്ല, find the sum of n terms of an arithmetic sequence 6, 12, 18 etc. ഒരു സീക്വൻസ് 10, 8, 6 etc. ഒരെണ്ണം 10, 15, 20 etc. 3 സീക്വൻസിൻ്റെ സം ഓഫ് ഓൾജിബ്രിക് ഫോം ഒന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാൻ. ഫൈൻഡ് ദി സം ഓഫ് n ടേംസ് ഓഫ് ദി ഗിവൺ AS എന്നാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തതിൽ ആദ്യം കാണാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഫോർമുല എഴുതി വെച്ചേക്കുക, എന്നിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. pn² + qn, Sn ഈക്വൽ ടു എന്നാണ് പറയുക കേട്ടോ. Sn ഈക്വൽ ടു pn² + qn. p എന്തായിരുന്നു മക്കളെ? ½ d. അവിടെ d എത്രയാ? 6, 12, 18 d എത്രയാ? 6. 6ൻ്റെ പകുതി എത്രയാടോ? 3. ഇപ്പോൾ p കണ്ടുപിടിച്ചു. ഇനി q എന്താ കാണുക? ഫസ്റ്റ് ടേം മൈനസ് ½ d. ഫസ്റ്റ് ടേം എത്രയാ മക്കളെ? 6. 6ന്ന് 3 പോയാൽ എത്രയാ? 3. അപ്പോൾ എന്ത് പറയാം നമുക്ക്? 3n² + 3n. 3n² + 3n. 3n² + 3n എഴുതി വെച്ചോ? കറക്റ്റല്ലേ? ഇനി ഞാൻ തിരിച്ചിട്ടൊരു മന്ത്രം കാണിച്ചു തരാം. ഒരു ഐഡിയ, ഒരു ടെക്നിക്ക്, ഒരു മെൻ്റൽ എബിലിറ്റി. നോക്കൂ, ഇതിൽ ഈ ഒരു സം ഓഫ് ഓൾജിബ്രിക് ഫോം തന്നിട്ട് റൈറ്റ് ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ സീക്വൻസ് എന്നൊക്കെ ചോദിച്ചാൽ ഫസ്റ്റ് ടേം എങ്ങനെയാണ് കാണാൻ നോക്കിക്കോളൂ. ഇതാ പിയും ക്യൂവും. പിൻ്റെ പ്ലേസിൽ ആരാ? 3 അല്ലേ? നോക്കി, 3 അല്ലേ? പ്ലസ് ക്യൂവിൻ്റെ പ്ലേസിൽ ആരാ? 3 അല്ലേ? 3 + 3 എത്ര? 6. ഫസ്റ്റ് ടേം 6. 3 + 3 6. ഫസ്റ്റ് ടേം കാണാൻ എന്താണ്? p + q എന്ന് പറയും. ഫസ്റ്റ് ടേം കാണാൻ p + q. കോമൺ ഡിഫറൻസ് നോക്കി, ഇവിടെ p പ്ലേസിൽ 3 അല്ലേ വരുന്നത്? 3ൻ്റെ ഡബിൾ എത്രയാ? 6. 2 × p എന്ന് പറയും കോമൺ ഡിഫറൻസ്. അതൊന്ന് അടിയിൽ വേണമെങ്കിൽ എഴുതി വെച്ചോളാം. സമ്മ് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ആൻഡ് ഓൾജിബ്രിക് ഫോം കാണാൻ. അരിത്തമാറ്റിക് സീക്വൻസ് തന്നാൽ pn² + qn കാണാൻ നമ്മൾ പഠിച്ചു. p ഈക്വൽ ടു ½ d, q ഈക്വൽ ടു ഫസ്റ്റ് ടേം മൈനസ് ½ d. ഇനി ഓൾജിബ്രിക് ഫോം തന്നിട്ട് സീക്വൻസ് കാണണമെങ്കിൽ ഫസ്റ്റ് ടേം ഈക്വൽ ടു p + q. ഫസ്റ്റ് ടേം ഈക്വൽ ടു p + q. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 2p. 2 × p. ഇതാ 3 × 3, 3 + 3 6. 3 × 2 എത്രയാവുന്ന? 6. കോമൺ ഡിഫറൻസ് 6, ഫസ്റ്റ് ടേം 6. ആ ഒരു സെക്ഷൻ നമ്മൾ ചെയ്യാനുണ്ട്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത് നോക്കൂ. ഓൾജിബ്രിക് ഫോം എഴുതണം. 10, 8, 6 ആണ്. സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോമാണ് എഴുതേണ്ടത്. pn² + qn പറഞ്ഞാട്ടെ. pn² + qn. p എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ½ d. ഫസ്റ്റ് ടേം അല്ല, ½ d. q എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേം മൈനസ് ½ d. ഇവിടെ d എത്രയ്ക്കടോ? 10, 8, 6ൻ്റെ d എത്ര? ആർക്ക് പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റും. എന്താണ്? -2 ആണ്. 8 - 10 - 2, 6 - 8 - 2. ഓക്കെ.
അപ്പം ഹാഫ് ഡി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു -2 ആണ്. കട്ട് ചെയ്താൽ -1 ആണ് വരിക. അപ്പോൾ പീൻ്റെ പ്ലേസിൽ -1 കൊടുക്കുമ്പോൾ -1n². -1n². ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് ഡി -1. 10 - -1 എന്ന് പറഞ്ഞാൽ 10 + 1 11n. -n² + 11n എന്ന് കിട്ടി. -1 എന്നാരും എഴുതാറില്ല. -n² + 11n. എങ്ങനെയാണ് 11 കിട്ടിയത്? ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് ഡി. ഫസ്റ്റ് ടേം 10 ആണ്. 10ൽ നിന്ന് ഹാഫ് ഡി -1 ആണ്. അപ്പോൾ 10 - -1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അങ്ങനെയാണ് 10 + 1 11 ആയിട്ട് മാറുന്നത്. അപ്പോൾ എങ്ങനെ കിട്ടും? -n² + 11n. -n² + 11n. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. 10, 8, 6 etc. Pn² + Qn sum of n terms. P is equal to half d. Q is equal to first term minus half d. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. P is equal to half d. Q is equal to first term minus half d. അങ്ങനെ ഹാഫ് ഡി കണ്ടുപിടിച്ചു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദെൻ അത് എത്ര വന്നു? -1 വന്നു. ദെൻ Q is equal to ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് ഡി. 10 - -1 10 + 1 11 ആയി. അപ്പോൾ എന്ത് വന്നു? -n² + 11n. -n² + 11n. ഓക്കെ, അടുത്ത 10, 15, 20ൻ്റെ അതേപോലെ സം ഓഫ് ആൾജിബ്രിക് ഫോം കാണണം. Pn² + Qn. പി എന്ന് പറഞ്ഞാൽ ഹാഫ് ഡി. ഡീൻ്റെ പകുതിയാണ്. ഇവിടെ ഡി എത്രയാണോ? ആ ക്വസ്റ്റ്യനിൽ ഡി എത്രയാണ് മക്കളെ? 5 ആണ്. ഹാഫ് ഇൻറ്റു 5 5/2. ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് ഡി. ഫസ്റ്റ് ടേം 10 - 5/2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. 10 × 2 20. 20 - 5 എത്രയാ? 15/2. നമുക്ക് എങ്ങനെ എഴുതാം? പി എന്ന് പറഞ്ഞാൽ 5/2. 5/2n² പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ 15/2n. അപ്പോൾ ചിലർക്ക് ഒരു സംശയമുണ്ട്, സാറേ അങ്ങനെയാണെങ്കിൽ 5/2 നമുക്ക് 2.5 എന്നാക്കിക്കൂടെ? ഓ, സന്തോഷമേ ഉള്ളൂ. 2.5n². 15/2 നമുക്ക് എങ്ങനെ എഴുതാം? 7.5n എന്ന് എഴുതാം. ഓക്കെ, ആൾജിബ്രിക് ഫോം ഓഫ് സം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Pn² + Qn. പി കണ്ടുപിടിക്കാൻ ഹാഫ് ഡി, ഡിയുടെ ഹാഫ്. ദെൻ ക്യൂ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് ഡി. പി is equal to ഹാഫ് ഡി. ക്യൂ is equal to ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് ഡി. ഇനി അത് മറിഞ്ഞു പോകണ്ട, തിരിഞ്ഞു പോകണ്ട കേട്ടോ. ഇനി ഞാനിവിടെ ആൾജിബ്രിക് ഫോം തരും. സമ്മിൻ്റെ ആൾജിബ്രിക് ഫോം തന്നിട്ട് അതിൽ നിന്ന് സീക്വൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ എഴുതാ. ദി എക്സ്പ്രഷൻസ് ഫോർ ദി സം ഓഫ് ദി എക്സ്പ്രഷൻസ് ഫോർ ദി സം ടു n terms of some arithmetic sequences. The expressions for the sum to n terms of some arithmetic sequences are given below. കുറച്ച് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മ്, n ടേമിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി എക്സ്പ്രഷൻ ഫോർ ദി nth ടേം ഓഫ് ഈച്ച്. ഫൈൻഡ് ദി എക്സ്പ്രഷൻ ഫോർ ദി nth ടേം ഓഫ് ഈച്ച്. എല്ലാത്തിൻ്റെയും nth ടേം അഥവാ ആൾജിബ്രിക് ഫോം ഓഫ് ദി സീക്വൻസ് കണ്ടുപിടിക്കണം. അതിനാദ്യം സീക്വൻസ് കാണണം, എന്നിട്ട് അതിൻ്റെ nth ടേം dn + f - d കണ്ടുപിടിക്കണം. Find the expression for the nth term of each. Question 1, n² + 2n. സെക്കൻഡ് തന്നിരിക്കുന്നത് 2n² + n. തേർഡ് തന്നിരിക്കുന്നത് n² - 2n
ഫോർത്ത് തന്നിരിക്കുന്നത് 2n² മൈനസ് n, ഫിഫ്ത്ത് തന്നിരിക്കുന്നത് n² മൈനസ് n. ഈ 5 സീക്വൻസിലും എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിച്ചിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം? dn + f - d കണ്ടുപിടിക്കണം. ഇവിടെ നോക്കുക, ഇതെല്ലാം സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അത് ഓൾറെഡി തന്നിട്ടുണ്ട്, പിന്നെ നമ്മൾ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഇതാ pn² + 2n, pn² + qn, pn² + qn. മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് ആയി മാറും. pn² + qn, pn² + qn. pn² + qn ഒക്കെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മാണ്, ഓർത്ത് വെച്ചോളാം. ദ സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഓഫ് സം ഓഫ് n ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ഓഫ് ദി ഫോം pn² + qn. Sum of n terms of the arithmetic sequence is of the form pn² + qn. അപ്പോൾ ഈ തന്നിരിക്കുന്നതൊക്കെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സം ഓഫ് n ടേംസ് ആണ്. ഇതിൽ നിന്ന് സീക്വൻസിനെ ഫോം ചെയ്യണം. എന്താ നമുക്ക് ഉണ്ടാക്കേണ്ടത്? സീക്വൻസ് ഉണ്ടാക്കണം. നേരത്തെ നമ്മൾ എന്തായിരുന്നു? സീക്വൻസ് തന്നിട്ട് സം ഓഫ് ഓൾജിബ്രിക് ഫോം കണ്ടുപിടിച്ചു, സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ സം ഓഫ് n ടേംസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യന് n² + 2n ആണ്. pn² + qn ആണ്. p എന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ്. 1² എന്ന് ആരും എഴുതാറില്ല. p അവിടെ 1 ആണ്. pn² + qn. ഇനി ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, p + q ആണ് ഫസ്റ്റ് ടേം. ഓൾജിബ്രിക് ഫോം തന്നാൽ ഫസ്റ്റ് ടേം കാണാൻ p + q. 1 + 2, 1 + 2 എത്രയാ? 3 ആണ് ഫസ്റ്റ് ടേം. ഇനി കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പി കാണാൻ നമ്മൾ ഹാഫ് ഡി അല്ല എടുത്തത്. അപ്പോൾ ഡി കാണാൻ എന്തെടുക്കേണ്ടത്? ഡബിൾ എടുക്കണം. പീൻ്റെ ഡബിൾ എടുക്കണം. നേരത്തെ കോമൺ സെൻസിൽ നമ്മൾ പി = ഹാഫ് ഡി എന്നാണ് എടുത്തത്. അപ്പോൾ ഡി = എന്താ വരിക? 2p എന്നല്ലേ മക്കളെ വരിക? പി = ഹാഫ് ഡി എന്നല്ലേ നേരത്തെ നമ്മൾ ചെയ്തത്. അപ്പോൾ ഡി കാണാനാണെങ്കിലോ 2 × p. അപ്പോൾ ഇവിടെ പീൻ്റെ പ്ലേസിൽ എത്രയാ? 1 ആണ്. 2 × 1 എത്ര വന്ന്? 2. ഫസ്റ്റ് ടേം 3, കോമൺ ഡിഫറൻസ് 2, സീക്വൻസ് എങ്ങനെയാണ് വരിക? 3, ഫസ്റ്റ് ടേം 3, ആഡിങ് 2 5, ആഡിങ് 2 7, എക്സെട്ര. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് n ടേം, സം ഓഫ് n ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് തന്നാൽ ഫസ്റ്റ് ടേം കാണാൻ p + q. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, p എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് n² ആണ് p. കോയിഫിഷ്യൻ്റ് ഓഫ് n ആണ് q. കോയിഫിഷ്യൻ്റ് ഓഫ് n² p. n² കോയി p, n-ൻ്റെ കോയി q അല്ലേ? n² കോയി p, n-ൻ്റെ കോയി q. അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ p + q ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടി. കോമൺ ഡിഫറൻസ് കാണാൻ പിയുടെ ഡബിൾ എടുത്താൽ മതി. 2p = 2 × 1 2. ഇതാണ് സീക്വൻസ് 3 5 7 എക്സെട്ര. ഈ സീക്വൻസിൻ്റെ സം ഓഫ് ഓൾജിബ്രിക് ഫോമാണ് n² + 2n. ഇനി സാധാ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് ഫോമാണ് കാണാൻ പറഞ്ഞത്, dn + f - d. ഇതിൻ്റെ d എത്രയാണ് മക്കളെ? 2n + 3 - 2, 2n + 1. അപ്പോൾ ആന എന്താണ്, അണ്ണാൻകുട്ടൻ എന്താണ് മനസ്സിലാക്കണം. സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോം തന്ന് സീക്വൻസിൻ്റെ ഓൾജിബ്രിക് ഫോം കാണാൻ പറയും. മനസ്സിലായല്ലോ? അപ്പോൾ സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും pn² + qn ആയിരിക്കും. സ്ക്വയർ ഉണ്ടാവും. സമ്മിന് സ്ക്വയർ ഉണ്ടാവും. സാധാ ഓൾജിബ്രിക് ഫോമിന് സ്ക്വയർ ഉണ്ടാവില്ല. ഓൺലി n മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ വ്യത്യാസം, ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ pn² + qn തന്നു. ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു p + q. കോമൺ ഡിഫറൻസ് കണ്ടു 2 × p. സീക്വൻസ് ഫോം ചെയ്തു. എന്നിട്ട് nth ടേം അഥവാ ഓൾജിബ്രിക് ഫോം കണ്ടുപിടിച്ചു. dn + f - d, dn + f - d. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ 2n² + n, 2n² + n.
പറഞ്ഞോളൂ. ഇതിനെ അങ്ങനെ തന്നെ എഴുതി വെക്കുക. പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ. പി എന്ന് പറഞ്ഞാൽ 2, ക്യൂ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് അവിടെ ഒന്നുമില്ലെങ്കിൽ എന്തായിരിക്കടോ 1 ആയിരിക്കുന്നേ അല്ലേ, 1 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാം പി പ്ലസ് ക്യൂ 2 + 1 3. ഫസ്റ്റ് ടേം ഈക്വൽ ടു 3. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് പഠിച്ചത്? 2p 2 ഇൻറ്റു പി, പിയുടെ ഡബിൾ എത്ര? പി 2 ഇൻറ്റു 2 എത്ര വന്ന്? 4. സീക്വൻസ് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം 3 + 4 7 + 4 11 എക്സെട്ര 3, 7, 11 എക്സെട്ര. ഇതിൻ്റെ സമ്മാണ് 2n² + n. സം ഓഫ് n ടേംസ് ആണ് 2n² + n. ഇനി അതിൻ്റെ nth ടേം കാണണം. nth ടേം ഈക്വൽ ടു dn + f - d. d എത്ര മക്കളെ? d 4. 4n + 3 - 4 4n - 1. algebraic form equal to 4n - 1. അപ്പോൾ ഇത് ആനയാണ്, ഇത് അണ്ണാങ്കൊട്ടനാണ്. ആന അണ്ണാങ്കൊട്ടൻ, ആന അണ്ണാങ്കൊട്ടൻ, ആന അണ്ണാങ്കൊട്ടൻ. ആന എന്ന് പറഞ്ഞാൽ സമ്മ്, അണ്ണാങ്കൊട്ടൻ എന്ന് പറഞ്ഞാൽ algebraic ഫോം, സീക്വൻസിൻ്റെ algebraic ഫോം. ഇത് സമ്മിൻ്റെ algebraic ഫോം. സമ്മ് സീക്വൻസ്, സീക്വൻസ് സമ്മ്, മറന്നു പോരുത് കേട്ടോ. സമ്മിൻ്റെ algebraic ഫോം pn² + qn. സീക്വൻസിൻ്റെ algebraic ഫോം dn + f - d. അടുത്ത തേർഡ് പ്രോബ്ലം നോക്കൂ മക്കളെ. n² - 2n pn² + qn. p എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ ഉരുട്ടിയായിട്ട് നോക്കി ഇവിടെ 1 ഉണ്ടാകുക അല്ലേ. p = 1. q എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉരുട്ടിയായിട്ട് നോക്കി -2. കണ്ണ് തുറന്ന് നോക്കുക, -2 കാണുന്നില്ലേ? -2. ഇനി ഫസ്റ്റ് ടേം കാണണം. p + q 1 + -2. 1 + -2 എങ്ങനെയാ? ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ പുട്ട് ലാർജർ സൈൻ -1. q p + q ഫസ്റ്റ് ടൈം കിട്ടി. d എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പിയുടെ ഡബിള്. ദെൻ p എത്രയാ? 1. 1ൻ്റെ ഡബിൾ എത്രയാ? 2. ഇനി ഫസ്റ്റ് ടേം -1 ആഡിങ് 2 ആഡ് ചെയ്താൽ 1, ആഡിങ് 2 3 എക്സെട്ര. -1, 1, 3 എക്സെട്ര. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സം ഓഫ് algebraic ഫോം അഥവാ സം ഓഫ് n ടേംസ് ആണ് ആര്? n² - 2n. ഇനി ഇതിൻ്റെ nth ടേം കാണണ്ടേ? എന്തായിരുന്നു nth ടേമിൻ്റെ ഫോർമുല? dn + f - d. കോമൺ ഡിഫറൻസ് എത്രയാടോ? 2. 2n + -1 - 2 എത്ര വരും? 2n + -3. 2n - 3 എന്ന് വരും. algebraic form equal to 2n - 3. algebraic form equal to 2n - 3. ഓക്കെ, സിമ്പിളാണിത്, ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഒന്ന് തല കറക്കുക. അടുത്തത് ലാസ്റ്റ് വൺ, തേർഡ് അല്ലേ, ഫോർത്ത് വൺ. 2n² - n. 2n² - n. pn² + qn എന്നെഴുതി. p എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 2. q എന്ന് പറഞ്ഞാൽ ആരാ? അവിടെ കാണുന്നുണ്ടോ നോക്കി? -1 ആണ്. കാണുന്നില്ലേ? -n എന്ന് പറഞ്ഞാൽ -1 ആണ് അവിടെ. ഇനി ഫസ്റ്റ് ടേം കാണാൻ p + q. 2 + -1 ലാർജർ മൈനസ് സ്മോളർ പുട്ട് ലാർജർ സൈന് 1 ആയിട്ട് മാറി ഫസ്റ്റ് ടേം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പിയുടെ ഡബിൾ 2p ആണ്. അപ്പോൾ എന്താ വരിക? 2 × 2 4. ഫസ്റ്റ് ടേം 1, ആഡിങ് 4 5, ആഡിങ് 4 9 എക്സെട്ര. സീക്വൻസ് എന്ത് കിട്ടി? 1, 5, 9 എക്സെട്ര. ഈ സീക്വൻസ് അതിൻ്റെ സം ഓഫ് algebraic ഫോമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി nth ടേം dn + f - d. d പറഞ്ഞോളി 4n + 1 - 4 4n - 3. എത്ര കിട്ടി? 4n - 3. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. കറക്റ്റാണോ? ആവണം. അപ്പോൾ ശ്രദ്ധിക്കുക,
സമ്മ് തന്നാൽ nth ടേം കാണണം. അടുത്തത് 5th ക്വസ്റ്റ്യൻ നോക്കൂ. n സ്ക്വയർ മൈനസ് n ഒന്ന് എഴുതി നോക്കൂ. pn സ്ക്വയർ പ്ലസ് qn ഒന്ന് ഉറക്കെ പറയടോ. p എത്രയാ? n സ്ക്വയറിൻ്റെ കോയി 1 ആണ് മക്കളെ, 1. ദെൻ q എത്രയാ? -1 ആണ് മക്കളെ, -1. കോയി കണ്ടില്ലേ? യെസ്. ഇനി ഫസ്റ്റ് ടേം എത്രയാ? p പ്ലസ് q എത്രയാ? 1 പ്ലസ് -1 0. കോമൺ ഡിഫറൻസ് എത്രയാ? 2 ഇൻറ്റു പി. 2 ഇൻറ്റു 1 എത്ര? 2. അപ്പോൾ എങ്ങനെയാ സീക്വൻസ്? 0 ആഡിങ് 2 2 4 എക്സെട്ര 0, 2, 4 എക്സെട്ര. അതാണ് ആര്? സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി ഇതിൻ്റെ nth ടേം കാണണം. dn പ്ലസ് f മൈനസ് d. ഇതിൻ്റെ d എത്രയാ മക്കളെ? 2 അല്ലേ? 2n പ്ലസ് 0 മൈനസ് 2 2n മൈനസ് 2 2n മൈനസ് 2 കിട്ടിയല്ലോ. നല്ല ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ നീറ്റായിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തന്നിരിക്കുന്നത്? സം ഓഫ് n ടേംസ് തന്നിട്ട് എല്ലാത്തിൻ്റെയും ആൾജിബ്രിക് ഫോം ഓഫ് സീക്വൻസ് കണ്ടുപിടിക്കാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കിട്ടുന്നല്ലോ. അപ്പോൾ നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് സം ഓഫ് n ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഓർ ആൾജിബ്രിക് ഫോം ഓഫ് ദി സം ഓഫ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ pn സ്ക്വയർ പ്ലസ് qn. അതാണ് കണ്ടുപിടിക്കേണ്ട ജനറൽ ഫോം. p ഈക്വൽ ടു ഹാഫ് d, ഡിയുടെ പകുതി. q ഈക്വൽ ടു ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് d. ഇനി ആ ജനറൽ ഫോം തന്നു കഴിഞ്ഞാൽ, സമ്മ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സീക്വൻസ് കാണുക? ഫസ്റ്റ് ടേം ഈക്വൽ ടു p പ്ലസ് q, പിയും ക്യൂവും കൂടി ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 2p, പിയുടെ ഡബിൾ എടുത്താൽ കോമൺ ഡിഫറൻസ് ആയി. കേട്ടോ. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ, അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതി വെക്കുക. ഫൈൻഡ് ദി സം ഓഫ് n ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഫൈൻഡ് ദി സം ഓഫ് n ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഫൈൻഡ് ദി സം ഓഫ് n ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. 7, 11, 15 etc. 7, 11, 15 etc. 15 etc. Question mark ഇടുക. Also find sum of 50 terms. Also find sum of 50 terms. Also find sum of 50 terms. അപ്പോൾ ഇതിൻ്റെ സമ്മിൻ്റെ ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കണം. നമുക്കറിയാം pn സ്ക്വയർ പ്ലസ് qn. p ഈക്വൽ ടു ഹാഫ് d, q ഈക്വൽ ടു ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് d. ഇതെല്ലാം പ്രോബ്ലത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് മൈൻഡിലേക്ക് അങ്ങോട്ട് കയറും. അല്ലാണ്ട് വെറുതെ ഒന്ന് കണ്ട പോലെ കണ്ട് കേട്ട് ചെയ്ത് പഠിച്ച്, കണ്ട് കേട്ട് ചെയ്ത് പഠിച്ച് കളിക്കണം. d എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് മക്കളെ? 4. 4ൻ്റെ ഹാഫ് എത്രയാ? 2. അപ്പോൾ p എന്ന് പറഞ്ഞാൽ 2 ആണ്. ദെൻ ഫസ്റ്റ് ടേം എത്രയാ? 7. 7 മൈനസ് 2 എത്രയാ മക്കളെ? 5. അപ്പോൾ എങ്ങനെ എഴുതും? 2n സ്ക്വയർ പ്ലസ് 5n. സം ഓഫ് ആൾജിബ്രിക് ഫോം 2n സ്ക്വയർ പ്ലസ് 5n. p കണ്ടുപിടിക്കുക ആദ്യം. p എന്ന് പറഞ്ഞാൽ ഡിയുടെ ഹാഫ് 2. q എന്ന് പറഞ്ഞാലോ ഫസ്റ്റ് ടേമിൽ നിന്ന് ഹാഫ് d കുറയ്ക്കുക. 7 മൈനസ് 2 5. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2n സ്ക്വയർ പ്ലസ് 5n. ഇനി എന്താ ഇവിടെ ഓൾസോ ഫൈൻഡ് എന്ന് പറഞ്ഞത്? സം ഓഫ് 50 ടേംസ്. S50. പുട്ട് n ഈക്വൽ ടു 50. 50 ടേമിൻ്റെ സമ്മ് കിട്ടും. കാരണം ഇത് സമ്മിൻ്റെ ആൾജിബ്രിക് ഫോം ആണല്ലോ. Sn ആണല്ലോ 2n സ്ക്വയർ പ്ലസ് 5n. S50 കാണാൻ പുട്ട് n ഈക്വൽ ടു 50. S20 പുട്ട് n ഈക്വൽ ടു 20. S10 കാണാൻ പുട്ട് n ഈക്വൽ ടു 10. S30 കാണാൻ പുട്ട് n ഈക്വൽ ടു 30. അതുപോലെ തന്നെ 2 ഇൻറ്റു 50 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 50. 2 ഇൻറ്റു 50ൻ്റെ സ്ക്വയർ എത്രയാണ്? 2500 പ്ലസ് 250. 2500 ഇൻറ്റു 2 ഇൻറ്റു ഇതാണ് ആഡ് ചെയ്യുക. ഇൻറ്റു ഇതാണ് ആഡ് ചെയ്യുക. 5000 പ്ലസ് 250 എത്ര വരിക? 5250. എത്ര വന്ന്? 5250.
അപ്പോൾ സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോം തന്നിട്ട് സമ്മ് കാണാൻ വളരെ ഈസിയാണ് കേട്ടോ. സമ്മ് പുട്ട് n is equal to ആ വാല്യൂ കൊടുത്താൽ മതി. സം ഓഫ് 20 ടേം പുട്ട് n is equal to 20. സം ഓഫ് 10 ടേംസ് പുട്ട് n is equal to 10. അതാണ് അതിൻ്റെ പരിപാടി. ഇപ്പോൾ നമ്മൾ nth ടേം തന്നിട്ട് ഇപ്പോൾ 2n+1 തന്നിട്ട് ഫൈൻഡ് 10th ടേം പുട്ട് n is equal to 10, 20th ടേം പുട്ട് n is equal to 20, 50th ടേം പുട്ട് n is equal to 50 അങ്ങനെ കൊടുക്കാറില്ലേ? അതേപോലെ സമ്മിലും അതുപോലെ സമ്മ് കാണാം. n is equal to 50 കൊടുത്താൽ 50 ടേമിൻ്റെ സമ്മ്, n is equal to 20 സം ഓഫ് 20 ടേംസ്, n is equal to 5 സം ഓഫ് 5 ടേംസ്, n is equal to 100 സം ഓഫ് 100 ടേംസ്. ഇവിടെ എത്ര കിട്ടി? സം ഓഫ് 50 ടേംസ് കാണണം. 2 into n സ്ക്വയർ 2 into 50 സ്ക്വയർ പ്ലസ് 5 into 50 2 into 2500 5000 കിട്ടി പ്ലസ് 250 5250. ഇനി ചില കേസിൽ എങ്ങനെ ചോദിക്കാറുണ്ട്, സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോം ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ കൂടി അങ്ങനെ എഴുതി വെക്കുക. ചെക്ക് വെദർ the given algebraic form is the sum of n terms of an AS. Justify. The given algebraic form is the sum of n terms of an AS. Justify. 3n cube plus 4n ഒന്നാമത്തത്, രണ്ടാമത്തത് 2n square plus 5n. The given algebraic form is a sum of n terms of an arithmetic sequence. Justify എന്നാണ്. അപ്പോൾ രണ്ട് സബ് ക്വസ്റ്റ്യൻ ആക്കി അവിടെ എഴുതി വെച്ചാൽ മതി. 3n cube plus 4n അങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ? No, it is not of the form pn square plus qn. അടിയിൽ എഴുതി വെക്കുക. ഇത് സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോം അല്ല. നോ, ഇറ്റ് ഈസ് നോട്ട് ഓഫ് ദി ഫോം pn സ്ക്വയർ പ്ലസ് qn. സെക്കൻഡോ, യെസ്, ഇറ്റ് ഈസ് ഓഫ് ദി ഫോം pn സ്ക്വയർ പ്ലസ് qn. pn സ്ക്വയർ പ്ലസ് qn. സെക്കൻഡ് വൺ സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോമാണ്. ഫസ്റ്റ് വൺ സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോം അല്ല. അപ്പോൾ ഈ സമ്മ് n terms or algebraic form of the sum of arithmetic sequence നല്ലൊരു ടോപ്പിക്കാണ്. അതിനൊരു ടോപ്പിക്കായിട്ട് ഞാനിങ്ങോട്ട് മാറ്റിയെടുത്തതാണ്. ഒരു പാർട്ടൻ അതിന് വെച്ച് ചെയ്തതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെസ്റ്റിലും കാര്യങ്ങളൊന്നും പറയില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണത്, മനസ്സിലാക്കി വെച്ചോളാം. സം ഓഫ് ഓൾജിബ്രിക് ഫോം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് pn സ്ക്വയർ പ്ലസ് qn. p is equal to half d, q is equal to first term minus half d. p is equal to half d, q is equal to first term minus half d. അത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കെങ്ങനെ കാണാം? p plus q ആണ് എന്ത്? ഫസ്റ്റ് ടേം. 2 into p ആണ് ആര്? 2 into p ആണ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം പഠിച്ചു, കോമൺ ഡിഫറൻസ്. അപ്പം സീക്വൻസ് തന്ന് സം എഴുതാനും സമ്മിൻ്റെ ഫോം തന്ന് സീക്വൻസിലേക്ക് മാറ്റാനും രണ്ട് ടൈപ്പേ പഠിച്ചിട്ടുള്ളൂ. സീക്വൻസ് തന്ന് സം ഓഫ് ഓൾജിബ്രിക് ഫോം എഴുതാനും സം ഓഫ് ഓൾജിബ്രിക് ഫോം തന്ന് സീക്വൻസ് എഴുതാനുമാണ് നമ്മൾ പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി. പ്രൂവ് ദാറ്റ് the sum of any number of terms of the arithmetic sequence. Prove that the sum of any number of terms of the arithmetic sequence 16, 24, 32 etc. 16, 24, 32 etc. starting from the first comma added to 9 gives a perfect square. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? 16, 24, 32 എക്സെട്ര ഈ സീക്വൻസിലെ ഓരോ ടേമിൻ്റെയും സമ്മ്, ഇപ്പോൾ 1 ടേമിൻ്റെ സമ്മിനോട് 9 ആഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ, 2 ടേമിൻ്റെ സമ്മിനോട് 9 ആഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ, 3 ടേംസിൻ്റെ സമ്മിനോട് 9 ആഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം.
വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കൂ. 1 ടേമിൻ്റെ സം എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 9 എത്ര 25. പെർഫെക്റ്റ് സ്ക്വയർ ആണ് 5 സ്ക്വയർ. 16 പ്ലസ് 24 എത്രയാണ് മക്കളെ 40. 40നോട് 9 ആഡ് ചെയ്താൽ എത്രയാ 49. അത് പെർഫെക്റ്റ് സ്ക്വയർ. ഇനി 3 ടേമിൻ്റെ സമ്മ് 16 പ്ലസ് 24 പ്ലസ് 32 എത്രയാണ് 72. അതിനോട് 9 ആഡ് ചെയ്താൽ എത്രയാ 81 എത്ര 9ൻ്റെ സ്ക്വയർ. അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റിൽ നിന്ന് ഓരോ അരിത്തമെറ്റിക് സീക്വൻസിൽ ഓരോ ടേമിൻ്റെ സമ്മിനോട് 9 ആഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിങ്ങനെ നമ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. സം ഓഫ് n ടേംസ് കണ്ടുപിടിച്ചു. സം ഓഫ് n ടേംസ് ഈക്വൽ ടു pn സ്ക്വയർ പ്ലസ് qn. സം ഓഫ് n ടേംസ് ഈക്വൽ ടു pn സ്ക്വയർ പ്ലസ് qn. p എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഹാഫ് d. q എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് d. ഇവിടെ എത്രയാണ് d വരുന്നത് മക്കളെ 16 24 32 പോകുമ്പോൾ 8. 8ൻ്റെ ഹാഫ് എത്രയാണോ കട്ട് 2 കട്ട് 8 കട്ട് 2 കട്ട് 8 കട്ട് 2 കട്ട് 8 4. p എന്ന് പറഞ്ഞാൽ 4. q എന്ന് പറഞ്ഞാൽ 16 മൈനസ് 4 12 എന്ന് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോം pn സ്ക്വയർ പ്ലസ് qn എങ്ങനെയാണ് വരുന്നത് 4n സ്ക്വയർ പ്ലസ് 12n എന്ന് കിട്ടി. 4n സ്ക്വയർ പ്ലസ് 12n. അതിനോട് 9 ആഡ് ചെയ്യുക. 4n സ്ക്വയർ പ്ലസ് 12നോട് 9 ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി 4n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 9. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കിയാൽ മതി. ആണോ, ഒരു സംശയമില്ല. 2n പ്ലസ് 3 ഓൾ സ്ക്വയർ എ പ്ലസ് ബി ഓൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ് തന്നിരിക്കുന്നത് അല്ലേ. 4n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 9 എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഓൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്. എക്സ്പാൻഡഡ് ഫോമിൻ്റെ ഷോർട്ട് ഫോമാണ് 2n പ്ലസ് 3 ഓൾ സ്ക്വയർ. ഇതാ 2n പ്ലസ് 3 ഓൾ സ്ക്വയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കി. എ സ്ക്വയർ 2n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2n ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയർ. 2nൻ്റെ സ്ക്വയർ എത്രയാണ് മക്കളെ 4n സ്ക്വയർ. 2 2s are 4 3s are 12n പ്ലസ് 9. അപ്പോൾ ചിലവരൊരു സംശയമുണ്ട്, സാറേ അങ്ങനെ ആയപ്പോൾ ഈ 12n ആഡ് പോയി 12n ആവിയായി പോയതാ ആഡ് പോയതാടോ. എക്സ്പാൻഡഡ് ഫോമിന് മാത്രമല്ലേ 12 ഉണ്ടാവുള്ളൂ, ഷോർട്ട് ഫോമിന് 12 ഉണ്ടാവുമോ? ഇല്ല. ഷോർട്ട് ഫോം എഴുതുമ്പോൾ അവിടെ എയും ബിയും മാത്രമേ ഉണ്ടാവുള്ളൂ, 2ab ഉണ്ടാവില്ല. അപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കി. എക്സ് സ്ക്വയർ പ്ലസ് 25 എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 25 എന്ന് പറഞ്ഞാൽ എന്താ വരിക എക്സ് പ്ലസ് 5 ഓൾ സ്ക്വയർ. ഒക്കെ 8ാം ക്ലാസ്സിൽ ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാ. എക്സ് സ്ക്വയർ പ്ലസ് 14x പ്ലസ് 49 എന്ന് പറഞ്ഞാലോ എക്സ് പ്ലസ് 7 ഓൾ സ്ക്വയർ അല്ലേ. അതുപോലെ 4n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 9 എന്ന് പറഞ്ഞിട്ട് 12n പ്ലസ് 9 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 4n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2n, ലാസ്റ്റ് 9 എന്ന് പറഞ്ഞാൽ 3. 2n പ്ലസ് 3 ഓൾ സ്ക്വയർ എ പ്ലസ് ബി ഓൾ സ്ക്വയർ. അറിയാത്തവർ എഴുതി വെച്ചു. എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എക്സ്പാൻഡഡ് ഫോം, ഷോർട്ട് ഫോം, ഷോർട്ട് ഫോം, എക്സ്പാൻഡഡ് ഫോം. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് പറയാം? യെസ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം. യെസ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ തന്നിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യനാണ്. അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം മുതൽ ഓരോ ടേമിൻ്റെയും സമ്മിനോട് 9 ആഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് ന്യൂമറിക്കലി നമ്മളതിന് നമ്പർ അതിൽ നമ്മൾ കാണിച്ചു കൊടുത്തു. പക്ഷെ അത് ഓൾജിബ്രിക്കലി പ്രൂവ് ചെയ്ത് കാണിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? സം ഓഫ് n ടേംസ് കണ്ടുപിടിച്ചു. ഏതൊരു ടേമിൻ്റെ സം എന്ന് പറഞ്ഞാൽ സം ഓഫ് n ടേംസ് എന്നാണ്. 1 ടേമിൻ്റെ സം ആവാം, 2 ടേമിൻ്റെ സം, 3 ടേംസിൻ്റെ സം, 4 ടേംസിൻ്റെ സം. അപ്പോൾ n ടേമിൻ്റെ സം എടുത്തു. അത് കിട്ടി 4n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 9 അങ്ങോട്ട് ആഡ് ചെയ്തപ്പോൾ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ദ ഗിവൺ എക്സ്പ്രഷൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ പ്ലസ് ബി ഓൾ സ്ക്വയർ. എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോമാണ്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡഡ് ഫോമാണ്. എക്സ്പാൻഡഡ് ഫോം ടു കൺവേർട്ട് ഷോർട്ട് ഫോം, ഷോർട്ട് ഫോം ടു കൺവേർട്ട് എക്സ്പാൻഡഡ് ഫോം. അതിനാണ് ഒരു 3 എക്സാമ്പിൾ അവിടെ ഞാൻ എഴുതി വെച്ചത്. ഓക്കെ, കറക്റ്റ്.
അപ്പോൾ ഇനി നമുക്ക് 2 പാറ്റേൺ ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. പാറ്റേൺ എഴുതുക. 1 2 3 കിട്ടുമെന്ന് തോന്നുന്നില്ല. അടുത്തൊരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കുക. എഴുതാം. 1 2 3 4 5 6 7 8 9 10 ഡാഷ് ഡാഷ്. പാറ്റേൺ എഴുതി വെക്കുക. 1 2 3 4 5 6 7 8 9 10 dash dash. Question A. Write the next 2 lines of the pattern above. Write the next 2 lines of the pattern above. Second, write the first and last term of the 10th line. Write the first and last term of the 10th line. Third, find the sum of all the numbers in the first 10 lines. Find the sum of all terms in the first 10 lines. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ സീക്വൻസിൻ്റെ നെക്സ്റ്റ് 2 ലൈൻ എഴുതാൻ എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിളാണ്. ഇവിടെ ഇപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അടുത്തതോ 16 17 18 19 20 21. എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് ഓരോ സീക്വൻസിൻ്റെ ഓരോ നമ്പർ ഓഫ് പാറ്റേൺ നോക്കൂ. ഫസ്റ്റ് റോ ഫസ്റ്റ് 1 നമ്പർ, സെക്കൻഡ് റോ 2 നമ്പർ, തേർഡ് റോ 3 നമ്പർ, ഫോർത്ത് റോ 4 നമ്പർ, ഫിഫ്ത്ത് റോ 5 നമ്പർ, സിക്സ്ത് റോ 6 നമ്പർ, 10th റോ 10 നമ്പർ. അങ്ങനെയാണ് പോകുന്നത്, 10 നമ്പർ അല്ലേ. ഇനി ഇവിടെ ഓരോ സീക്വൻസിലും ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സം ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറിലാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ. 1 നമ്പറിൻ്റെ സമ്മ് 1-ൽ എൻഡ് ചെയ്തു. 1 + 2 ആണെന്ത്? 2 നമ്പർ 1ഉം 2ൻ്റെ സമ്മ് 3-ൽ എൻഡ് ചെയ്തു. 1 + 2 + 3 എന്താണ്? 6-ലാണ് എൻഡ് ചെയ്യുന്നത്. കണ്ടല്ലേ, 6 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ. ഒരു നമ്പറിൻ്റെത് ആ സമ്മ് അങ്ങനെ തന്നെ. 2 നമ്പറിൻ്റെ സമ്മ് അവിടെ എന്ത് വന്നു? 1 + 2 3 എൻഡ് ചെയ്തു. അടുത്ത ലൈൻ എൻഡ് ചെയ്യുന്നത് 1 + 2 + 3. അടുത്തതോ 1 + 2 + 3 + 4 10-ൽ എൻഡ് ചെയ്തു അല്ലേ. ഫോർത്ത് റോ എൻഡ് ചെയ്യുന്നത് സം ഓഫ് 4 ടേംസ്. ഫസ്റ്റ് റോ സം ഓഫ് 1 ടേം നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ്. സെക്കൻഡ് റോ എൻഡ് ചെയ്യുന്നത് സം ഓഫ് 2 ടേംസ് ഓഫ് നാച്ചുറൽ നമ്പർ. തേർഡ് റോ സം ഓഫ് 3 ടേംസ്. ഫോർത്ത് റോ സം ഓഫ് 4 ടേംസ്. ഫിഫ്ത്ത് റോ 5 ടേമിൻ്റെ സമ്മായിരിക്കും അല്ലേ. എന്തായിരുന്നു സമ്മിൻ്റെ പഠിച്ചത്? n × n + 1/2 5 × 6 5 + 1 6/2 3 കട്ട് ചെയ്ത 15 ഉണ്ടോ. ഇനി 10th റോ എൻഡ് ചെയ്യുന്നത് കണ്ടുപിടിക്കണ്ടേ? എന്തായിരിക്കും 10th റോ എൻഡ് ചെയ്യുക? സം ഓഫ് 10 ടേംസ്. സം ഓഫ് 10 ടേംസ് എങ്ങനെയാണ്? n × n + 1/2 10 × 10 + 11/2 that is 55. 5 × 11 55. ലാസ്റ്റ് നമ്പർ ഓഫ് ദി 10th റോ എത്ര വന്നു? 55. ലാസ്റ്റ് നമ്പർ ഓഫ് ദി 10th റോ എത്ര വന്നു? 55. 10th റോയിൽ എത്ര നമ്പർ ഉണ്ടാവും? 55 നമ്പേഴ്സ് ഉണ്ട്. 10 നമ്പേഴ്സ് ഉണ്ട്. ലാസ്റ്റ് ടേം ആരാണ്? 55. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്പർ അല്ലേ, ഫസ്റ്റ് ടേം ഇതാ. ഫസ്റ്റ് റോ 1 ടേം, സെക്കൻഡ് റോ 2 ടേം, തേർഡ് റോ 3 ടേം, ഫോർത്ത് റോ 4 ടേം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്, നാച്ചുറൽ നമ്പർ സീക്വൻസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ സം ഓഫ് 1 ടേം 1, സം ഓഫ് 2 ടേംസ് 3, സം ഓഫ് 3 ടേംസ് 6, സം ഓഫ് 4 ടേംസ് 10, സം ഓഫ് 5 ടേംസ് 15, സം ഓഫ് 10 ടേംസ് 55. ലാസ്റ്റ് നമ്പർ ഓഫ് ദി 10th ലൈൻ 55 എന്ന് എഴുതി വെച്ചു. ഇനി അതിന് ഫസ്റ്റ് ടേം കാണണ്ടേ? അപ്പോൾ ലാസ്റ്റ് നമ്പർ 55 ആണ്. അവിടെ എത്ര എണ്ണം ബാക്കിലായിരിക്കും ഫസ്റ്റ് നമ്പർ ഉണ്ടാവുക? 9 ടേം. ആകെ 10 അല്ലേ വരുന്നത്, അപ്പം 9D ബാക്കിലുണ്ടാവും. 55 - 9 കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 1. 55 - 9 എത്ര വന്ന്? 46. ഫസ്റ്റ് ടേം ഓഫ് ദി 10th റോ 46,
ലാസ്റ്റ് ടേം ഓഫ് ദി 10th റോ 55. എഴുതി വെച്ചാട്ടെ. ഫസ്റ്റ് ടേം ഓഫ് ദി 10th റോ 46, ലാസ്റ്റ് ടേം ഓഫ് ദി 10th റോ 55. എങ്ങനെയാണ് അത് പോകുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഐഡിയ ഇവിടെ അപ്ലൈ ചെയ്തത്? സം ഓഫ് നാച്ചുറൽ നമ്പറാണ്. ഓരോ സീക്വൻസും എൻഡ് ചെയ്യുന്നത് സം ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ. സം ഓഫ് 1 ടേം 1, സം ഓഫ് 2 ടേം 3, സം ഓഫ് 3 ടേം 6, സം ഓഫ് 4 ടേംസ് 10, സം ഓഫ് 5 ടേംസ് 15, സം ഓഫ് 6 ടേം 21, സം ഓഫ് 10 ടേം 55. 10 ടേമിൻ്റെ സമ്മ് 55 ആണ്. ലാസ്റ്റ് നമ്പർ ഓഫ് 10th റോ 55. അതിൻ്റെ 9 ബാക്കിലാണ് ആ ലൈനിലെ ഫസ്റ്റ് ടേം കാണാൻ. അപ്പോൾ 9D മൈനസ് ചെയ്യുക. ബാക്കോട്ടാണെങ്കിൽ മൈനസ് 55 മൈനസ് 9 × 1, 55 മൈനസ് 9 46. അപ്പോൾ എങ്ങനെയാണ് 10th റോ എങ്ങനെയാണ് വരുന്നത്? 46, 47, 48, 49, 50, 51, 52, 53, 54, 55. അതാണ് 10th റോ വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി, സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതി. 10th റോ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് 10th റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 46, ലാസ്റ്റ് ടേം 55. ഏത് ക്രൈറ്റീരിയ യൂസ് ചെയ്തത്? സം ഓഫ് n ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി എന്താ ഇവിടെ പറയുന്നത്? ഫൈൻഡ് സം ഓഫ് ദി ഓൾ ദി നമ്പേഴ്സ് ഇൻ ഫസ്റ്റ് 10 ലൈൻസ്. ഓരോ ലൈൻ്റെയും മൊത്തം ലൈൻ്റെ ഫസ്റ്റ് 10 ലൈൻസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഫസ്റ്റ് 10 ലൈൻസിൻ്റെ സമ്മ് വരുന്നത് നോക്കി. 1 2 3 4 5 6 7 8 9 10 11 55 വരെ, 1 മുതൽ 55 വരെ ആ സമ്മ് അല്ലേ. സം ഓഫ് ഫസ്റ്റ് 10 ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ലാണ്, 10 ലൈൻസ് എൻഡ് ചെയ്യുന്നത് എത്രയിലാണ്? 50ലാണ്. 10th ലൈൻ എൻഡ് ചെയ്യുന്നത് 55ലാണ്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 55 വരെ സമ്മ കാണണം. 1 2 3 4 എക്സെട്രാ 55 വരെ. n × n+1/2, 55 × 56/2. 56 × കട്ട് ചെയ്താൽ 28, 55 × 28, 8 5s are 40, balance 4, 8 5s are 40 plus 4 44, 10 balance 1 11, 0 4 5 1 1540. 10 ലൈൻ്റെ 10 ലൈൻസിൻ്റെ സമ്മ് 1 2 3 എക്സെട്രാ 55 വരെ. നാച്ചുറൽ നമ്പേഴ്സ് 55 വരെയാണ് സമ്മ് കണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ലോജിക്കാട്ടോ, അത് മെൻ്റൽ എബിലിറ്റി പ്രോബ്ലം ആണേ. റോ എല്ലാവർക്കും എഴുതാൻ അറിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതും, ബാക്കി 2 എഴുതാനാണ് കുറച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റോ 1 നമ്പർ, സെക്കൻഡ് റോ 2 നമ്പർ, തേർഡ് റോ 3 നമ്പർ, ഫോർത്ത് റോ 4 നമ്പർ, 10th റോ 10 നമ്പർ. അത് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാച്ചുറൽ നമ്പറിൻ്റെ 1 ടേം സമ്മ് 1, 2 ടേം സമ്മ് 3 എൻഡ് ടേം, 3 ടേം സമ്മ് 6. അതാണ് നമ്മൾ പറഞ്ഞത്. 1 1 + 2, 1 + 2 + 3, 1 + 2 + 3 + 4 അങ്ങനെയാണ് പോകുന്നത് അല്ലേ. ഫസ്റ്റ് ടേം ഫസ്റ്റ് റോയിൽ എൻഡ് ചെയ്യുന്നത് 1 ടേം സം, സെക്കൻഡ് റോ എൻഡ് ചെയ്യുന്നത് 2 ടേം സം, തേർഡ് റോ എൻഡ് ചെയ്യുന്നത് 3 ടേം സം, ഫോർത്ത് റോ എൻഡ് 4 ടേം സം, ഫിഫ്ത്ത് റോ എൻഡ് 5 ടേം സം, സിക്സ്ത് റോ എൻഡ് 6 ടേം സം, 10th റോ എൻഡ് 10 ടേം സം. 10 ടേമിൻ്റെ സമ്മ് അതാണ് 55. ഇനി അവിടുന്ന് 9D ബാക്കോട്ട് പോവുക. ഡി ഒക്കെ 1 ആണല്ലോ, അത് നാച്ചുറൽ നമ്പർ അല്ലേ. അപ്പോൾ 46. ഇതാണ് 10th റോ, 46 to 55 വരെ. ഫസ്റ്റ് ടേം 10th റോ 46, ലാസ്റ്റ് ടേം 10th റോ ലാസ്റ്റ് ടേം 10th ലൈന് 55. ഫസ്റ്റ് ടേം 10th ലൈന് 46, ലാസ്റ്റ് ടേം 10th ലൈന് 55. ഇനി സമ്മ് കാണാം, ഫുള്ളായിട്ട് സമ്മ് 1 മുതൽ 55 വരെ സമ്മ് കണ്ടുപിടിക്കുക. n × n+1/2. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് വളരെ വൃത്തിയായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അത് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ അത് വളരെ അപകടകരമാണ്. മനസ്സിലാക്കിയെടുക്കണം, ടെക്നിക്ക് അപ്ലൈ ചെയ്യണം, മെൻ്റൽ എബിലിറ്റി ഇതിൽ നിന്നിട്ട് തിരിഞ്ഞ് വരണം. അല്ലാണ്ട് ഇത് പ്രോബ്ലം ഒന്നുമല്ല, സീക്വൻസിൻ്റെ ചെറിയ ഐഡിയ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സീക്വൻസ്, ഒരു പാറ്റേൺ നമ്മൾ ചെയ്തു. ഇനി ഒരു പാറ്റേൺ നമുക്ക് ഡിസ്കഷനിൽ ചെയ്യാം. ഒരു ചെറിയൊരു പാറ്റേണും കൂടി ഉണ്ട്, അത് ഡിസ്കഷനിൽ ചെയ്യാം.
ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് കാര്യമായിട്ട് പഠിച്ചത് സം ഓഫ് എൻ ടേംസ് ആൻഡ് ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്ന ഒരു കേസാണ്. സം ഓഫ് എൻ ടേംസ് എന്തായിരുന്നു? pn² പ്ലസ് qn. ഓൾജിബ്രിക് ഫോം ഓഫ് ദി സം ഓഫ് എൻ ടേംസ് എന്തായിരുന്നു? ഓൾജിബ്രിക് ഫോം ഓഫ് ദി സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് pn² പ്ലസ് qn. p is equal to half d, q is equal to first term minus half d. p is equal to half d, q is equal to first term minus half d. ഇനി ഓൾജിബ്രിക് ഫോം തന്ന് സീക്വൻസ് കാണാനും സീക്വൻസ് തന്ന് സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോം കാണാനും മാത്രമാണ് ഒരു ടോപ്പിക്ക് പഠിച്ചത്. കുറേ പ്രോബ്ലം അതിൽ ചെയ്ത് പ്രാക്ടീസ് ആക്കി വെച്ചതാണ്. എല്ലാവരും ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഡിസ്കഷനിൽ സിൻസിയറായിട്ട് പങ്കെടുക്കുക, വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ആക്കി എടുക്കുക കേട്ടോ. നല്ല കുട്ടികളാണ്, എല്ലാവരും പ്രാക്ടീസ് ചെയ്താൽ മതി, വേറൊന്നും പ്രയാസമില്ല. ആ ടോപ്പിക്ക് പച്ചവെള്ളം പോലെ പറഞ്ഞ് വ്യക്തമാക്കി തരുന്നുണ്ട്. അത് മനസ്സിലാക്കി എഴുതി വെക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.